ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ കാണാവുന്ന ട്രെയിലർ കൂലി. അപ്പോൾ ഗൈസ് ഓഗസ്റ്റ് 14 ഗൈസ് ഈ മൂവി റിലീസാവുന്നത്. എന്തായാലും നമുക്ക് കാണാം ഗൈസ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ രജനീകാന്ത്, പിന്നെ നമ്മുടെ അമീർ ഖാൻ ഉണ്ട് ഗൈസ്, പിന്നെ ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ ഷാർ. അപ്പോൾ മോണിക്കൊക്കെ ട്രെൻഡായിരിക്കുന്ന സമയമാണ്. എന്തായാലും നമുക്ക് തിയേറ്ററിൽ മോണിക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് പടം ട്രെയിലർ കാണാം, എന്നിട്ട് നമുക്ക് അഭിപ്രായം വരാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കാം. അപ്പോൾ നേരെ നമുക്ക് ട്രെയിലർ കാണാം. ஒருத்தன் பிறந்த உடனே அவன் எவன் கையில் சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்திலேருந்து ட்ரேஸே இல்லாம தெரிஞ்சா it can be a disaster. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் தெரியல மாதிரி தெரியல. നേരത്തെ കാണിച്ചേ அவனுங்க உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். ഓ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. നാഗാർജുന തിക്കാലക്ക് ഈസ് ഒറ്റ രംഗം മതി. നാഗാർജുന അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ എടുത്ത് ഫുള്ള് സിനിമ ടെംപ്ലേറ്റ് തെലുങ്ക് പടത്തിനെ പോലെയാണ്. ലോകേഷ് കനകരാജ് അറിയാൻ പറ്റുന്ന കാര്യം ഒരുപാട് കൺവിൻസ് ചെയ്തായിരുന്നു പടത്തിൻ്റെ ഇതിനു വേണ്ടി. അതെന്തായാലും നമുക്ക് നാഗാർജുൻ്റെ ഒരു കിഡിലോസ്കി പെർഫോമൻസ് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടാൻ പോകുന്നത് സൗബിനായിരിക്കും. സൗബിൻ്റെ വൈബൊക്കെ സീനായിരിക്കും. ആ മോണിക്ക ഒക്കെ സെറ്റായിരിക്കും. ആലോചിക്കാൻ പോലും പറ്റണില്ല. ഓഗസ്റ്റ് 14 എല്ലാവരും മാർക്ക് ചെയ്തിട്ടോ. ബാക്കി കാണാം. அது பொழப்பங்க. இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழി. ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിനെയൊക്കെ പറ്റിയിട്ടായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്. നെറ്റ് ലോസ് കേസ് അങ്ങനെ നെറ്റ് ലോസൊക്കെ മാറ്റിയിട്ടുണ്ട്. ஓ 30 வருஷமா பில்டப் ஒருத்தன் ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது தலைவர் சூப்பர் ஸ்டார். எனக்கு ஏன்னா எங்கேயோ பார்த்த மாதிரி இருக்கு. നാഗാർജുനെ കണ്ടിട്ട് പൊള്ളപ്പ. എനിക്ക് തോന്നുന്നൊരു വില്ലനാണെന്ന് തോന്നുന്നു. ഇതിൽ നാഗാർജുനൻ്റെ ക്യാരക്ടർ നെയിം അറിയാൻ പറ്റുന്നതിന് സൈമൺ. സൈമൺ തന്നെ ദ കിങ് നാഗാർജുൻ. സൗബിൻ, ഉപേന്ദ്ര, നമ്മുടെ ശ്രുതിഹാസൻ. ചെറിയ പേടിയുണ്ട്, ഞാൻ അവസാനം പറയാം. സത്യരാജ്. ഫൈനലി അങ്ങനെ யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். തിയേറ്റർ കുലുങ്ങി. ഇത് ഫസ്റ്റ് ഡേ കാണുന്നവര് ഓളപ്പം സാധനം. അത് കൊള്ളാതെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ കണ്ണ് കണ്ടറിയത് ഉപേന്ദ്രന്. സൗബിൻ, അൻവർ. ഓ അവരാണ് സ്പെൻഡ് ചെയ്യുന്നത്. മറ്റേ RDXലൊക്കെ ചെയ്ത്. ഓ എന്തായാലും എല്ലാവരും ആറാട്ട് കാണാൻ കഴിയും, അത് ഉറപ്പാണ്. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்கேன். അത് ഭാഷയുടെ ഏതോ സീനല്ലേ, അത് കൊള്ളായിരുന്നു. ലോകേഷ് കനകരാജ് മുത്താണ്. ഗൈസ്
ട്രെയിലർ എങ്ങനെയുണ്ട് ഗൈസ്? പൊളി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിലെ ശ്രുതി ഹാസൻ്റെ റോള്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് അത്ര ഓവറായി പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ സെലാർ നമുക്കറിയാം, ശ്രുതി ഹാസൻ ഏത് റോൾ ചെയ്താലും ഭയങ്കര അത് ഓവറാണ്. ഇതിലെന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ ടൈപ്പ് റോളാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് സത്യരാജ് എന്തോ കേസ് അന്വേഷിക്കാൻ പോകുന്നു, അതിൽ ഇൻക്ലൂഡ് ആവുന്നതായിരിക്കും നാഗാർജുനൻ്റെ മേളിലുള്ളതായിരിക്കും അമീർ ഖാൻ. അപ്പം നാഗാർജുനൻ്റെ ഒരു താഴെ അവർ ഇതൊക്കെ നോക്കുന്ന ഒരാളായിരിക്കും സൗബിൻ ഷാർ. എനിക്ക് ഉപേന്ദ്ര ചിലപ്പോൾ തലവറിൻ്റെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ വില്ലൻസ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് നമുക്ക് കൺഫേം, ഈ ട്രെയിലർ കണ്ടിട്ട് ഒരു ഐഡിയയും കിട്ടത്തില്ല. അതേപോലെ തന്നെ ആ ട്രെയിലറിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല, സ്റ്റോറി വൈസ് പോലും കിട്ടില്ല. പിന്നെ നമ്മൾ ലോകേഷ് കനകരാജാണ്, അപ്പോൾ നമുക്ക് അതിനെക്കൊണ്ട് കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ പടങ്ങൾ പിന്നെ അമീർ ഖാൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്ത് റോളക്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വിക്രത്തി വന്നിട്ട് 5 മിനിറ്റ് പൊളപ്പനാക്കി, ഇത് 15 മിനിറ്റ് ഉണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ഇവരെന്തുകൊണ്ട് സസ്പെൻസ് ആക്കിയില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ലോകേഷ് കനകരാജ് നമുക്കറിയാം വിക്രത്തിൻ്റെ സമയത്തൊക്കെ എത്ര പേര് പറഞ്ഞിട്ട് പോലും ഇത് തന്നില്ല. പക്ഷേ ഇതെന്ത് കൺഫേം ചെയ്തതെന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ കൂടെ ക്ലാഷിന് ഇറങ്ങുന്നത് വാർ 2 ആണ്. അപ്പോൾ വാർ 2 നമുക്കറിയാം, ഋത്തിക് റോഷൻ എന്ന് പറയുന്ന വലിയൊരു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാൾ. അപ്പോൾ അതിനെക്കാട്ടിയും വലിയ ലെവലാണ് നമുക്ക് അമീർ ഖാൻ എടുത്ത് നോക്കുക. അമീർ ഖാൻ്റെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഡെങ്കൽ എന്ന് പറയുന്നൊരു മൂവിയുണ്ട്. അപ്പം അതായിരിക്കും ഇവർ അമീർ ഖാനെ സെലക്ട് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഇവർക്ക് സ്ക്രീൻ കിട്ടത്തില്ല. കാരണം കുറേ സ്ക്രീൻസൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഋത്തിക് റോഷൻ കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടാൻ അപ്പം കൂലിക്ക് അർഹതപ്പെട്ട വിജയം അതിന് കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും പണം കലക്കും കേസ്. ഓഗസ്റ്റ് 14-ാം തീയതി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കാണാം. കഴിയുമെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാം. അപ്പോൾ ഈ ട്രെയിലർ എങ്ങനെയുണ്ട് കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാൻ പോകുന്നവർ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. വേറെ